ഞാൻ തന്നെയാണ് ഇവിടെ ഇടിച്ചത്, ഇവിടെ വാ പൊട്ടിച്ചത്, ഇവിടെ മുഖത്തൂടെ ചോര ഒലിക്കാൻ കാരണം ഞാൻ തന്നെയാണ്. കഴിഞ്ഞ 16-ാം തീയതി രാത്രിയാണ് ഇത്തരം ഒരു അക്രമം ഉണ്ടാകുന്നത്. ഈ ദിലീപ് അന്ന് രാത്രി മദ്യപിച്ച് വീട്ടിലെത്തി. ഭാര്യ അത് ചോദ്യം ചെയ്തതോടുകൂടി ഭാര്യനെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കയ്യും കമ്പും ഉപയോഗിച്ചടിച്ചു. ദേഹമാസകലം പരിക്കേറ്റിട്ടുണ്ട്. തലയിലും മുഖത്തും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ തന്നെ മൂക്കിലൂടെയും മറ്റും രക്തം ഒലിക്കുന്നത് കാണാൻ സാധിക്കും. തലയിലും കണ്ണിനും ഒക്കെ തന്നെ പരിക്കുണ്ട്. അത്തരത്തിൽ പരിക്കേറ്റ് ഈ ഭാര്യ കരയുന്നതിനിടയിലാണ് ഇതിന്റെ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടും ചില ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടും ഈ ദിലീപ് തന്നെ ഭാര്യയെ ചേർത്ത് നിർത്തി ദൃശ്യങ്ങൾ എടുക്കുന്നത്. അതിനുശേഷം ദിലീപ് തന്നെ അവിടെയുള്ള ചില സമൂഹ മാധ്യമങ്ങളിലേക്ക്, ചില സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ തന്നെ ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. തൊട്ട് പിറ്റേ ദിവസം 17-ാം തീയതി രാവിലെ ഭാര്യ തന്നെ എത്തി മലയൻകീഴ് പോലീസിൽ പരാതി നൽകി. ഇന്നലെ കഴിഞ്ഞ ദിവസം പരാതി നൽകി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വധശ്രമ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ദിലീപിനെ റിമാൻഡ് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുകയുമാണ്. ശരി, നാളെ തൊട്ട് ഇനി ഇവിടെ ജോലിക്ക് വരണമില്ല, ഇവിടെ പോകണമില്ല. ഞാൻ ഇപ്പൊ തെറ്റാണ്, പക്ഷെ ഈ പറയണത് ന്യായമാണ്. ഇതെന്തായാലും റെക്കോർഡല്ലേ. ഞാൻ ഇപ്പൊ തെറ്റാണ്, നാളെ ഈ സാധനം തെറ്റല്ലല്ല. ഞാൻ തന്നെയാണ് ഇവിടെ ഇടിച്ചത്, ഇവിടെ വാ പൊട്ടിച്ചത്, ഇവിടെ മുഖത്തൂടെ ചോര ഒലിക്കാൻ കാരണം ഞാൻ തന്നെയാണ്. ബാക്കി ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് പൈസ കൊണ്ട് തരുന്നത്. ഞാൻ ജോലിക്ക് പോവില്ല, പിള്ളേരെ കാണും. നാളെ തൊട്ട് ഇനി ഇവിടെ ജോലിക്ക് വരണമില്ല, ഇവിടെ പോകണമില്ല. ഞാൻ ഇപ്പൊ തെറ്റാണ്, പക്ഷെ ഈ പറയണത് ന്യായമാണ്. ഇതെന്തായാലും റെക്കോർഡല്ലേ. ഞാൻ ഇപ്പൊ തെറ്റാണ്, നാളെ ഈ സാധനം തെറ്റല്ലല്ല.